നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോകണം. സ്വകാര്യ ആശുപത്രികൾ ഒരുപാടില്ലാത്ത സ്വതവേ കുറവായ ഒരു നഗരമാണ് ആലപ്പുഴ. ജനം ആശ്രയിക്കുന്നത് സർക്കാർ ആതുരാലയങ്ങളെയുമാണ്. വിശ്വസിച്ചാണ് നമ്മളൊക്കെ ആശുപത്രികളിലേക്ക് പോകുന്നത്. ജീവൻ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും ഏറെ സങ്കീർണമായ പ്രക്രിയയാണ്. ചെറിയൊരു പിഴവ് മതി ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിക്കാൻ. അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആലപ്പുഴയിൽ ആവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. 19-ന് ശസ്ത്രക്രിയക്കിടെ ആശ എന്ന പെൺകുട്ടി മരിച്ചതും ഹൃദയ സംബന്ധമായ തകരാറിലായിരുന്നു. അനസ്തേഷ്യയിലെ പിഴവാണെന്ന് ആശയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നു വരവെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. അനാസ്ഥയുടെ ആതുരാലയം. ഏതോ ഒരു മരുന്നെന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അമിതമായി കയറിയത് കൊണ്ടാണ് ഈ മരണം. അറിയാമോ? എനിക്കറിയാമോ? പാസാച്ചവളാണ് ഇതാ എന്റെ മോളെ. അതുകൊണ്ട് അവർ കൊന്നതാണ്. അരമണിക്കൂറും 10 മിനിറ്റും ഉള്ള ഓപ്പറേഷൻ. അറിയോ? നിങ്ങൾക്ക് അറിയാം. അതുപോലെ 1 മണി വഴി കയറി പോവാ. എന്റെ കുഞ്ഞിനെ ഒരുക്കി നിർത്തി സ്കൂളിൽ കൊണ്ടുപോകാം. നോക്കിയിരിക്കാം സ്കൂളിൽ കൊണ്ടുപോകാൻ. ഒരു ചെറിയ പിഴവ് അത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് തല്ലിക്കുഴച്ചത്. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ഈ യുവതി മരിച്ചതിന് പിന്നാലെ 5-ാം നാൾ മറ്റൊരു യുവതിയും ഗുരുതരാവസ്ഥയിലായി. ഗുരുതരാവസ്ഥയിലെത്തിയത് കൈനഗിരി സ്വദേശി അഞ്ജലിയാണ്. വീണ്ടും ശസ്ത്രക്രിയക്കിടെ ശ്വാസം കിട്ടാതായതായി അഞ്ജലി ന്യൂസ് 18നോട് പറഞ്ഞു. അനസ്തേഷ്യയിലെ പിഴവാണ് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാക്കിയെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. നമുക്കതിന് മുൻപ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ പരാതിയുടെ ഗൗരവം ബോധ്യപ്പെട്ട മന്ത്രി ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വെച്ചു. ആ മന്ത്രി വീണ ജോർജിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകണം. അതിനുശേഷം ഈ യുവതിയുടെ പരാതിയിലേക്കും അതിനാസ്പദമായ സംഭവത്തിലേക്കും പോകാം. മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അന്വേഷണം നടത്തുന്നതിന് DHSന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ DHSന്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമെങ്കിൽ അത് നടത്തണം. അതായത് ആ അന്വേഷണം തന്നെ DHSലെ ഉദ്യോഗസ്ഥരല്ല, DMEയിൽ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ആ അന്വേഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി അവർ പരിശോധിച്ചതിന് ശേഷമുള്ള ഫൈനൽ റിപ്പോർട്ടായിരിക്കും വകുപ്പിന് നൽകുക. അത് കൃത്യമായി തന്നെ പരിശോധിക്കും. വളരെ സങ്കടമുള്ളൊരു കാര്യമാണല്ലോ. കാരണം പ്രസവം നിർത്തുന്നതിന് വേണ്ടിയിട്ട് പോവുകയും അവിടെ മരണമടയുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ 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 ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായി തന്നെ അത് പരിശോധിക്കും. അതുകൊണ്ടാണ് പരാതി ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ ഇതിന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെ കൈനഗിരി സ്വദേശി അഞ്ജലിക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്തോ ഒരു വലിയ മഹാഭാഗ്യം കൊണ്ടാണ്. കുടുംബത്തിൻ്റെ ശസ്ത്രക്രിയക്കിടെയാണ് ശ്വാസം കിട്ടാതായി. 10 ദിവസത്തോളം ഈ കുട്ടി അവിടെ ICUവിൽ കാർഡിയാക് ICUവിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ശ്രദ്ധയാസ്നേഹജുമായി അഞ്ജലിയും ഭർത്താവും സംസാരിച്ചു. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ WNC സംബന്ധിച്ച് ഗുരുതരമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കായി എത്തിയ പെൺകുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തൊരു കുടുംബമാണ് നമ്മളോടിപ്പം ഇന്ന് ചേരുന്നത്. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് പ്രമോദ്. എന്തായിരുന്നു ഭാര്യയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? സിസേറിയൻ, അതായത് ഫസ്റ്റ് രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി സിസേറിയൻ കഴിഞ്ഞെന്നാണ് ഒരു 10:02 ഞങ്ങൾക്ക് വന്നു. കൊച്ചിനെ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വൈഫിനെ കാണിച്ചിട്ടില്ലായിരുന്നു എന്നെ. വൈഫിനെ അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ടെസ്റ്റിന് എഴുതി തന്നവർ. അപ്പോഴും നമ്മളെ കാണുന്നില്ല. എഴുതി തരികയും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഞങ്ങളിതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ 10 മണിക്ക് ശേഷവും ഡെലിവറി കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല? ഇല്ല. എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് അനസ്തേഷ്യ ഡോക്ടറും സിസേറിയൻ ചെയ്ത ഡോക്ടറും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നു, ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ജനറ്റിക്കായിട്ട് യാതൊരു പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്, യാതൊരു പ്രശ്നമില്ലാതാണ് പോയത്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ പിന്നീട് എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല. ഇതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് നേരെ ICUയിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് ഒരു 6, 6:30, 7 മണിയായപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയാക് ഡോക്ടറിനെ കാണാൻ പറയുന്നു. ആനവാദിൻ്റെ അടുത്ത്. പേര് മോഹനൻ ഡോക്ടറെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ചില പെണ്ണുങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കാം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടർ, ഈ സിസേറിയൻ ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും
വണ്ടാനത്തോട്ട് കൊണ്ടുപോകുന്ന നോക്കിയോ അതായിരിക്കും അവിടെ ഇത്തിരി കൂടി നല്ലതാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷേപമുണ്ടായ ആ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ. അനസ്തീഷ്യയാണ് പ്രശ്നമെന്ന് നിങ്ങളും സംശയിക്കുന്നു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാഞ്ഞൊരു കുട്ടിക്ക് പിന്നെ മേടിച്ചെന്ന അനസ്തേഷ്യ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ശ്വാസം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെ ഭാഗത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റ് ആളുകളോട് അവർ ഇതിനെയൊക്കെ വെറും ലാഘവത്തോടെ കാണുക. എല്ലാ ദിവസവും കാണുന്ന റെഗുലർ റൊട്ടീൻ പോണേ എനിക്ക് തോന്നിയത്. അവരിത് കണ്ട് ശീലിച്ച് ഇത് നേരെ വണ്ടാനത്തോട്ട് വിടുന്നു. ഇതേപോലെ തന്നെ ഞാൻ അവിടെ വണ്ടാനത്ത് 10 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് WNC എന്ന് വന്ന കേസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു 10 എണ്ണം പിന്നെ വന്നിട്ടുണ്ടാവും. ഈ അലംഭാവം അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ചു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അവർ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. എങ്കിൽ അവർ വീണ്ടും ശ്രദ്ധ കാണിക്കല്ലേ വേണ്ടത്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു പ്രസ്ഥാനത്തെ ചീത്തയാക്കാൻ വളരെ കുറച്ച് സമയം മതി. ഇത്ര ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്നേ അവർക്ക് അതിൻ്റെ ആയിട്ട് യാതൊരുവിധ ഒരു എന്താ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ഇട്ടതിനെ സംബന്ധിച്ചൊക്കെ വൈഫ് പറയുന്നത് അത് വളരെ മോശമായിട്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു 7 സ്റ്റിച്ചൊക്കെയാണ് നോർമലി ഇടേണ്ടത്. 3-4 ഇട്ടിട്ടുള്ളൂ. അതുമല്ല നല്ലോണം അല്ലിട്ടിരിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കത് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം കിടന്നതിന് ശേഷം 10 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് അവസാനമാണ് ഇപ്പോൾ അഞ്ജലി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അഞ്ജലി വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണല്ലേ കടന്നുപോയത്? അതെ. എന്തായിരുന്നു ആ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഒരു അവസ്ഥ ഒന്ന് പറയുമോ? ശരിക്കും എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത്. ഏത് സമയത്ത്? ആ സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അനസ്തീഷ്യക്ക് ശേഷമാണോ ഈ പ്രശ്നം? അതെ, അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടൽ. സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ശ്വാസം മുട്ടൽ ഉണ്ടായത്. കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് രാവിലെ 10 മണിയോടുകൂടി ശസ്ത്രക്രിയ കഴിയുന്നു. അതിനുശേഷം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് അകത്ത് എന്തായിരുന്നു നടന്നിരുന്നത്? അകത്ത് എനിക്ക് ശ്വാസം മുട്ടൽ ആദ്യം വന്നു കഴിഞ്ഞ് അവര് അകത്ത് തന്നെയായിരുന്നു എന്നെ കിടത്തിയത്. ഇവരെയൊന്നും എന്നെ കാണിക്കുന്നൊന്നുമില്ലായിരുന്നു. പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അകത്ത്? അകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒബ്സർവേഷനിലായിട്ട് മാറ്റി അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നെ കാണിക്കുന്നത്. രാവിലെ 10 മണിക്ക് കഴിഞ്ഞ് 10:02 ആയപ്പോൾ കഴിഞ്ഞതായിരുന്നു എൻ്റെ സിസേറിയൻ. അത് കഴിഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് കിടത്തിയിരുന്നത്. അഞ്ജലി എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞ അവരോട്? എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം നല്ലതായിട്ട് നമുക്ക് അറിയാൻ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ ബോധം പോകുന്ന അവസ്ഥയായിരുന്നു. ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ശ്വാസം മുട്ടൽ പോലെയല്ല നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അന്ന് രാത്രിക്ക് വൈകുന്നേരം എനിക്ക് ചെറിയൊരു നെഞ്ചിന് ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഗ്യാസ് ആണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ അല്ല, ഗ്യാസ് അല്ലായിരുന്നു, ഈ നെഞ്ചിന്റെ ആ വേരിയേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് വണ്ടാനത്തോട്ട് ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും വയ്യായിരുന്നു എനിക്ക്. അവിടെ ചെന്ന് നേരെ ഗൈനക്കിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് എക്കോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവരെന്നെ കാർഡിയാക്കിലോട്ട് മാറ്റി. അത് മാത്രമല്ലല്ലോ, ശസ്ത്രക്രിയക്ക് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റിച്ചിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ അവർ ഭയങ്കര മോശമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതിന്റെ ഉണങ്ങിയിട്ടൊന്നുമില്ല. ദിവസമായിട്ട് നമുക്ക് ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വരുത്തുന്നുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങൾ കാണണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പരാതിക്കാർ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നിരവധി കുട്ടികളെയും ഇത്തരത്തിൽ പ്രശ്നങ്ങളായി അവിടെ WNC ആശുപത്രിയിൽ നിന്നും റെഫർ ചെയ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ പൊതുജനാരോഗ്യ രംഗത്ത് വളരെ കുറഞ്ഞ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരായ ആളുകൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ അലംഭാവം ഉണ്ടാകുന്നത്. അഞ്ജലിയുടെ കേസിലാണെങ്കിലും ആദ്യഘട്ടത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.